ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം കരയാക്രമണം ശക്തമാക്കിയിരിക്കുന്നു. നഗരം ദിവസങ്ങൾക്കുള്ളിൽ കീഴടക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഗാസ സിറ്റിയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയേറിയ ഈ നഗരത്തിൽ ആക്രമണം ശക്തമാക്കുന്നതിന് മുമ്പ് സാധാരണ ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറാനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസ സിറ്റി വിട്ടുപോകുന്നവർക്ക് ഭക്ഷണം, വൈദ്യസഹായം, താമസ സൗകര്യം എന്നിവ ലഭ്യമാക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടം കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടപ്പാക്കുന്നത് ഒരു സങ്കീർണമായ സൈനിക തന്ത്രമാണ്. വ്യോമാക്രമണത്തിലൂടെ ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്ത ശേഷം കരസേന ടാങ്കുകളും സൈനിക വാഹനങ്ങളുമായി മുന്നേറുന്നു. ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലകളായ സെയ്തൂൺ, സാബ്ര, ഷെജയെ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത ബോംബാക്രമണമാണ് നടന്നത്. ഇസ്രായേലിന്റെ പ്രധാന വാദം ഹമാസ് സാധാരണ ജനങ്ങളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഗാസയിലെ നിരവധി ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർത്തു. ഹമാസ് ഈ കെട്ടിടങ്ങൾ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഹമാസ് നിഷേധിച്ചിട്ടുമുണ്ട്. ഈ നഗരങ്ങളിലെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇടിച്ചു നിരത്തിയാണ് ടാങ്കുകൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് നഗരങ്ങളെ പൂർണ്ണമായും ഒരു യുദ്ധഭൂമിയായി മാറ്റിയിരിക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക മുന്നേറ്റം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണത്തിലാക്കിയിരിക്കുന്നു. വെള്ളം, ഭക്ഷണം, വൈദ്യുതി, മരുന്ന് എന്നിവയുടെ ലഭ്യത അതീവ കുറവാണ്. ആശുപത്രികൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും രോഗികൾക്കും പരിക്കേറ്റവർക്കും മതിയായ ചികിത്സ ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഗാസയിൽ നിലവിലുള്ളത്.